ലഞ്ച് കഴിക്കാൻ പോവാ. ഉണ്ട് ചുമലരിയെന്ന് കറിയാണെങ്കിൽ ആറ്റിലെ വയമ്പേ അത് വാങ്ങിച്ചേ. അത് തേങ്ങാപ്പീരയും കൂടെ പൊടിച്ച് ചമ്മന്തിപ്പൊടിയേ. പിന്നെ ഉരുളക്കിഴങ്ങും കോവയ്ക്കയും കൂടെ മെഴുക്കോട്ടി വെച്ചു. ഇത് കഴിഞ്ഞ ദിവസം വെച്ചത്. പിന്നെ ഇച്ചിരി മാങ്ങാച്ചാറ്, ചൂരക്കറി. ഇതിവിടെ കറിയില്ലായിരുന്നേ. ഞാൻ അപ്പുറത്ത് ഞങ്ങളുടെ ചിറ്റയുടെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച 2 കഷ്ണം. ഇപ്പം നാളെ പോയി മീൻ വാങ്ങണം. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്. അപ്പം നാളെ പോയേ മീൻ വാങ്ങണം. മീൻ വാങ്ങിച്ച് കറി വെക്കണം. കഴിക്കട്ടെ. ഇതിനകത്തേക്കുള്ള കറി ചമ്മന്തിപ്പൊടിയും ഉരുളക്കിഴങ്ങും കോവയ്ക്കയുടെ മെഴുക്കോട്ടിയും മാങ്ങാച്ചാറും ചൂരക്കറിയും. കഴിച്ചിട്ട് അതിൻ്റെ പൂച്ചയോട് കൊണ്ടു കൊടുക്കാൻ. ചുമലരി കേട്ടോ, ഈ കടയിൽ നിന്ന് വാങ്ങിച്ചല്ല, റേഷൻ കടയിലെ നല്ല അരിയായിരുന്നു. മാങ്ങാച്ചാറ്, ചമ്മന്തിപ്പൊടി, ഇച്ചിരി ചൂര. ഈ ഒരു പീസ് ഞാൻ എടുക്കും. ഈ ഒരു പീസേ എൻ്റെ പൂച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി. ചമ്മന്തിപ്പൊടി ഇട്ട് ഇളക്കി കൊടുത്താൽ കഴിക്കുകയും, പക്ഷേ ഇതിനാണ്ട് എരിവ് കൂടിപ്പോയി. എരിവുള്ള മുളകില്ല, അതാണ് ഇട്ടത്. അത് കാരണം എരിവ് അത് കാരണം കഴിക്കുന്നില്ല. അല്ലെങ്കിൽ ഇട്ടുകൂടെ തിന്നുമായിരുന്നു. നല്ല എരിവുണ്ട് ചമ്മന്തിപ്പൊടിക്ക്. അതാ പൂച്ച ഇതിനകത്ത് സാധാരണ തിന്നുന്ന നല്ല എരിവുണ്ട്. ചച്ചാറും ഇട്ട് കിടക്കട്ടെ. ഇളക്കി ഈ കോവയ്ക്ക് ശകലം പഴുത്തായിരുന്നു. 1/2 കിലോ ഉരുളക്കിഴങ്ങും 1/4 കിലോ കോവയ്ക്കും അങ്ങനെ മെഴുക്കോട്ട് വെച്ച്. ശകലം ഉപ്പിൻ്റെ കുറവുണ്ട്. ഇച്ചിരി ചമ്മന്തിപ്പൊടി എടുക്കട്ടെ. ഇളക്കി ഈ ഒരു കഷ്ണം ചാറോടെ വെക്കണം. കാരണം വൈകുന്നേരം ഉച്ചയ്ക്ക് ചോറ് വെക്കണ്ടേ. ഇത് ഇപ്പോഴത്തേക്ക് ഒരു കുറച്ചായി വൈകുന്നേരത്തെ കൂടെ വെച്ചേക്കാം. അല്ലാതെ പട്ടിണി ഇരിക്കും. അത് ഇതിട്ട് ഇളകി കൊടുക്കാൻ പറ്റത്തില്ലല്ലോ എരിവായത് കാരണം. ഞാനെൻ്റെ പൂച്ച അത് വന്നിട്ടുണ്ടോ നോക്കിട്ട് വരട്ടെ. എൻ്റെ പൂച്ചയെ വന്നിട്ടുണ്ടോ നോക്കിട്ട് വരട്ടെ. വന്നിട്ടുണ്ടെങ്കിൽ കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പൂച്ചക്കൂടെ ചോറ് കൊടുക്കുക. എന്ത് ചെയ്യും? ഇത് മാത്രമേ ഉള്ളൂ. മറ്റേതൊക്കെ എന്ത് ചെയ്യും? കണ്ണപ്പൂച്ചയും വന്ന് ഇപ്പം ചോറ് തരാടാ. മറ്റേതൊക്കെ എന്ത് ചെയ്യും? ആണ്ടെ കരിങ്കോഴിയും വന്നു. അതിന് വെച്ചിട്ട് കൊടുക്കാം. അവിടെ കൊണ്ടുപോയി. എന്ത് മറ്റുള്ള പൂച്ചയൊക്കെ എന്ത് ചെയ്യും? എന്ത് ചെയ്യുന്നു? നമ്മുടെ തള്ളപ്പൂച്ചയും വന്നു. ഒരാളോട് എന്ത് ചെയ്യേ? ഒരാളോട് ഉണ്ടല്ലോ. ഒരാളോട് എന്ത് ചെയ്യേ? ആ ചെറുത് എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? എന്തിനാ വഴക്കുണ്ടാക്കുന്നേ? ഈ പൂച്ചയാണെങ്കിൽ ഞങ്ങൾ മറ്റുള്ള പൂച്ച എല്ലാവരും തല്ലുവന്നു. ഇപ്പോൾ അപ്പുറത്തെ പൂച്ചയാണ്. ഇവിടെ വന്ന് കഴിക്കാൻ ഇതിനെയൊക്കെ തല്ലി ഓടിച്ചിട്ട് അത് തിന്നും. പുറത്തെ ചെയ്യുന്നത് ആണാണ്ടാ.
അടി ഉണ്ടാക്കിയതുകൊണ്ട്. എല്ലാവരും അവിടെ കിടന്ന് ഞാൻ പെട്ടെന്ന് കഴിച്ചിട്ട് ചോറ് കൊണ്ടുവന്ന് ഇട്ട് തരാം. നീയേ അവിടെ പോയി കിടക്ക്. ചെല്ലടാ അവിടെ പോയി കിടക്ക്. എല്ലാം അവിടെ കിടന്നോ കേട്ടോ. ഞാനേ പെട്ടെന്ന് ചോറ് കഴിച്ചിട്ട് ചോറ് കൊണ്ടുവന്ന് ഇട്ട് തരാം. നിങ്ങൾക്ക് കഴിച്ചിട്ടേ ചോറ് കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കട്ടെ. എല്ലാം വന്നി ഒരാളോട് വരാറുണ്ട്. റേഷൻ കടയിൽ വാങ്ങിച്ച ചോറ് നല്ല അരി കേട്ടോ, നല്ല രുചിയുള്ള അരി. മിക്കപ്പോഴും വെള്ളയരിയാണ് വാങ്ങുന്നത്. ഇപ്പം ഈ പ്രാവശ്യം ചുമലരി വാങ്ങിച്ചു. അച്ചാറ് കൊടുക്കട്ടെ. വീരച്ചു കൊടുക്കട്ടെ. ഇത്രയും മതി. ഇത് വൈകുന്നേരത്തേക്ക് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി. ഇത് ഇപ്പോഴത്തേക്ക് ഇത് ഇരുന്നോട്ടെ. ഇത് വേണമെങ്കിൽ ഇച്ചിരി ചാറ് കൊടുക്കാം, അതിനോട് കൊടുക്കാൻ വേണമല്ലോ. ഇതെനിക്ക്. നാളെ ഇച്ചിരി പച്ചക്കറിയും കൂടെ വേണം. ഇത് ഇന്നത്തെ കൂടെ ഉള്ളൂ. ഇതേ ഇന്നലെ എടുത്ത് ഇന്നും എടുത്ത്. നാളെ പോകുമ്പോഴത്തേക്കും ഇച്ചിരി മീനും വാങ്ങണം, പച്ചക്കറിയും വാങ്ങണം. മീനോട് മാറ്റി വെക്കട്ടെ. അച്ചാറിട്ടിട്ട് നല്ലോണം നടക്കട്ടെ എല്ലാം കൂടെ. ഇതേ എൻ്റെ പൂച്ചയ്ക്ക് കുറച്ചുകൂടെ എടുക്കണം, ഇത്ര കൂടെ എടുക്കണം ചോറ്. 4 പേരുണ്ടല്ലോ. ഇതെനിക്ക് മൊത്തം ഇളക്കി. കറിവേപ്പിലയുടെ തണ്ട് പുളിയത് പൊടിഞ്ഞു പോയി. പുളി അങ്ങ് ഒത്തിരി. കോവയ്ക്ക 5-6 പഴുത്തായിരുന്നു. ബാക്കിയെല്ലാം നല്ലോണം തീ ഉണക്കത്ത് മേൽക്കൂട്ടി വെക്കാൻ പറ്റിയത്. ചിലത് പഴുത്തായിരുന്നു.
ഉരുളക്കിഴങ്ങ്. മുള്ള് ഞാൻ ലഞ്ച് കഴിച്ചു കഴിഞ്ഞേ. ഇനി ഇതും കൂട്ടി എൻ്റെ പൂച്ചക്കൊണ്ട് ചോറ് കൊടുക്കട്ടെ. മീനൊക്കെ ഇട്ടേ ചേട്ടൻ നല്ലോണം ഇളക്കി. ഇനി സാർ ഉപ്പ് നോക്കട്ടെ. ഉപ്പ് നോക്കിയിട്ട് കൊണ്ടിട്ട് കൊടുക്കുക. എല്ലാം പാകത്തിനാണ്. ഇനിയേ കൊണ്ടിട്ട് കൊടുക്കട്ടെ. ബാ, തീറ്റ ഇട്ട് തന്നില്ലേ? പാത്രത്തിൽ തീറ്റ ഇട്ടില്ല, പോയി തിന്ന്. ആട്ടെ താണ്ട ചോറ്. എടാ ചോറ് താണ്ടത്, പോയി തിന്ന്. അതിലൂടെ പോയി തിന്ന്. ചെല്ല്, പോയി കഴിക്കുന്നില്ലേ? കഴിക്കണ്ട, കഴിക്കാൻ കഴിയുന്നു. എല്ലാത്തിനും ഓരോന്നിനും ഇട്ട് കൊടുക്കണം. ഇപ്പം പതം തീറ്റ ഒരിടത്തിട്ട് കൊടുത്താൽ ബാക്കി ഇടത്തില്ല. ചോറ് ഇരിക്കുന്നേ, അതുകൊണ്ട് ഇട്ട് തരാം. പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് തിന്നുന്നില്ല. കഴിക്കുക, എന്നിട്ട് അവിടെ പിന്നെ കഴുകുക. കഴിക്ക് കഴിക്ക് കഴിക്ക്. ഞാൻ ഇതെല്ലാം ഇങ്ങനെ കുത്തിയിരിക്കുന്നേ. അത് തിന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വിശന്നിട്ട് കരഞ്ഞിട്ട് ആണ്ടെ തള്ളപ്പൂച്ചയും പോയി. അത് പോയി ആണ്ടെ ഒന്ന് അങ്ങോട്ടങ്ങ് പോയി. ഇറങ്ങി ചെന്ന് തിന്ന് തീറ്റ കഴിക്കുക. അതാണ്ട ചോറ് കണ്ടേ. പോയി തിന്ന്, ചെല്ല്, പോയി തിന്നു, ചെല്ല്, തിന്ന്. നീയും പോയി തിന്ന്, ചെന്ന് പോയി കഴിക്കാൻ. അടി ഉണ്ടാക്കരുത് കേട്ടോ. കഴിച്ചിട്ട് പോക്കൂ. ചെല്ല്. കണ്ടേ കടി ഉണ്ടാക്കി അതിൻ്റെ ശരീരം ഇരിക്കുന്നുണ്ടോ? ക്ഷീണിച്ചങ്ങ്. ഉണ്ടാവും കഴിക്കുന്നുണ്ടോ തീറ്റ? നീ അതുകൊണ്ട് കഴിക്കുക. അവിടെ കഴിക്കാൻ. ഇതെങ്ങോട്ടേ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പൂച്ച? കഴിക്കണ്ട. ഇച്ചിരി ചോറുകളുണ്ട്, അത് കഴിച്ച് കഴിഞ്ഞിട്ടേ ഇട്ട് കൊടുക്കാം. ഇത് ഇതെൻ്റെ വീഡിയോ അങ്ങ് നിർത്തുവാണേ. എല്ലാവരും മറക്കാതെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ആദം സേറ വ്ളോഗ്സ്.